എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2015 കേരള PSC നടത്തിയ അക്കൗണ്ട്സ് ഓഫീസർ എന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളാണ്. ഈ 100 ചോദ്യങ്ങളിൽ 80% ചോദ്യങ്ങൾ മാത്രമാണ് കൊമേഴ്സുമായി ബന്ധപ്പെട്ടതുള്ളത്. ബാക്കി 20% ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അക്കൗണ്ടൻസ് ട്രീറ്റ് എ ബിസിനസ് ആസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദ പേഴ്സൺസ് ഹൂ ഓൺ ഇറ്റ്. ദിസ് കോൺസെപ്റ്റ് ഈസ് ടേംഡ് ആസ് ഡാഷ്. അതായത് ഓണറേയും ബിസിനസ്സിനെയും രണ്ട് വ്യത്യസ്ത എൻറ്റിറ്റികളായിട്ട് കാണുന്ന കോൺസെപ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കണ്ടു നോക്കുക. അതിനകത്ത് അക്കൗണ്ടിങ് എൻറ്റിറ്റി അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം, the expenditure which result in acquisition of an asset, tangible or intangible, which can be later be sold or converted into cash, or which result in an increase in the earning capacity of a business, or which affords some other advantages to the firm. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള എക്സ്പെൻഡിച്ചറിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ അറിയാം, അക്വിസിഷൻ ഓഫ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത് എന്തായിരിക്കും എന്നുള്ളത്. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോങ് ടൈമിലേക്കുള്ള, അതായത് എസ്പെഷ്യലി ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഒന്നിലധികം വർഷം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതൽ ബിസിനസ്സിലേക്ക് കിട്ടാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചറാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ അത് റവന്യൂ ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു വർഷത്തിൽ താഴെ വരുന്ന ചിലവുകളെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അടുത്ത ചോദ്യം, ദ അസറ്റ്സ് വിച്ച് ആർ കോൺസ്റ്റൻ്റ്ലി ചേഞ്ച് ഇൻ വാല്യൂ ത്രൂ ട്രാൻസാക്ഷൻസ് ദാറ്റ് ആർ എൻറ്റേർഡ് ഇൻ ടു ആർ കോൾഡ് ഡാഷ്. ഉത്തരം ഫ്ലോട്ടിംഗ് അസറ്റ്സ് ആണ്. അടുത്ത ചോദ്യം, അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് ഷുഡ് റിമെയിൻ സെയിം ഫ്രം 1 year to another ആസ് പെർ ഡാഷ്. ഇത് അക്കൗണ്ടിംഗ് കൺവെൻഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി ആണ്. അതായത് അക്കൗണ്ടിങ്ങിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് പീരീഡിലേക്ക് അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ലൈഫ് ടൈം മുഴുവൻ അതേ മെത്തേഡ് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്ന കൺവെൻഷനാണ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. അടുത്ത ചോദ്യം, റീറ്റെയിൻഡ് ഏണിംഗ് ഈസ് എ ഡാഷ്. റീറ്റെയിൻഡ് ഏണിംഗ് എന്താണ്? ലയബിലിറ്റി ടു ദ മാനേജ്മെൻറ്റ്, അസറ്റ് ടു ദ കമ്പനി, ലയബിലിറ്റി ടു ദ കമ്പനി, നൺ ഓഫ് ദീസ്. റീറ്റെയിൻഡ് ഏണിംഗ് എന്ന് പറയുന്നത് ഉണ്ടാകുന്ന ലാഭം ഡിവിഡൻ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാതെ ബിസിനസ്സിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് റീറ്റെയിൻഡ് ഏണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അത് ക്യാപിറ്റലായിട്ട് റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സാധാരണ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലയബിലിറ്റി ഓഫ് ദ കമ്പനി, ലയബിലിറ്റി ടു ദ കമ്പനിയാണ്. കമ്പനിയെ സംബന്ധിച്ചൊരു ലയബിലിറ്റിയാണ് ക്യാപിറ്റൽ. അപ്പോൾ ഈ റീറ്റെയിൻഡ് ഏണിങ്ങും കമ്പനിയെ സംബന്ധിച്ചൊരു ലയബിലിറ്റിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ലയബിലിറ്റി ടു ദ കമ്പനി. അടുത്ത ചോദ്യം, ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദ അക്കൗണ്ട് ക്യാൻ ബി ചെക്ക്ഡ് ബൈ പ്രിപ്പയറിംഗ് ഡാഷ്. അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണെന്ന്. അപ്പോൾ നമുക്കറിയാം ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് അക്കൗണ്ട്, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതൊരു പർട്ടിക്കുലർ ഡേറ്റിൽ, ഇപ്പോൾ 31 ഡിസംബറിലോ അല്ലെങ്കിൽ 31 മാർച്ചിലോ ആ ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പൊസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന രണ്ടും ഇൻകം സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ട്രേഡിംഗ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടും, നെറ്റ് പ്രോഫിറ്റ് അതായത് ഇൻഡയറക്റ്റ് ഇൻകവും എക്സ്പെൻസസും എല്ലാം കൂട്ടി അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇവിടെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ട്രയൽ ബാലൻസ് ആണ്. ഓപ്ഷൻ സി ട്രയൽ ബാലൻസ്. അടുത്ത ചോദ്യം, ദ ഡ്യുവൽ ആസ്പെക്റ്റ് ഓഫ് അക്കൗണ്ടിങ് ഈസ് എൻഷുർഡ് ഇൻ ഡാഷ്. ഡ്യുവൽ ആസ്പെക്റ്റ് എൻഷുർ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ്. നമുക്കറിയാം ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് ഡെബിറ്റും ക്രെഡിറ്റും ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്.
അടുത്ത ചോദ്യം, ട്രാൻസാക്ഷൻസ് ആർ എൻറ്റേർഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട് അറ്റ് ദ എമൗണ്ട് ആക്ച്വലി ഇൻവോൾവ്ഡ് ഇൻ ദ കൺസെപ്റ്റ് ഓഫ് ഡാഷ്. ആക്ച്വൽ എമൗണ്ട് ട്രാൻസാക്ഷൻസിൽ റെക്കോർഡ് ചെയ്യുന്നത് ഏത് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏത് കൺസെപ്റ്റിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്നുള്ളതാണ്. ഇതും അക്കൗണ്ടിങ് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിനകത്ത് കോസ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് ഒരു അസറ്റ് വാങ്ങുന്ന വിലയിൽ തന്നെ അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്ന വിലയിൽ തന്നെ അത് റെക്കോർഡ് ചെയ്യണമെന്ന് പ്രതിപാദിക്കുന്നത്. നമ്മൾ നേരത്തെ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കണ്ടുനോക്കുക. അടുത്ത ചോദ്യം, ദ ബാലൻസ് ഷീറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. നമ്മൾ ഓൾറെഡി തൊട്ട് മുൻപത്തെ ഒരു ചോദ്യത്തിൽ പറഞ്ഞതാണ് ബാലൻസ് ഷീറ്റ് ഒരു പൊസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ചോദ്യം, ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫൈനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. ഇതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കൊമേഴ്സ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യമായിട്ട് പഠിക്കുന്നൊരു ഡെഫിനിഷനാണ്, അത് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത ചോദ്യം, ദ ഷെയർ ഹൂസ് വാല്യൂ വിച്ച് ഫ്ലക്ച്വേറ്റ്സ് ഇൻ ദ മാർക്കറ്റ് വിത്ത് ദ ഫോർച്യൂൺ ഓഫ് ദ കമ്പനി. ഇക്വിറ്റി ഷെയർസ് ആണ്. ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂസ് ആണ് അങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദ മാക്സിമം ക്യാപിറ്റൽ ദാറ്റ് ദ കമ്പനി ഈസ് ഓതറൈസ്ഡ് ടു റൈസ്. ഒരു കമ്പനിക്ക് അറേഞ്ച് ചെയ്യാവുന്ന മാക്സിമം ക്യാപിറ്റലിനെ പറയുന്ന പേരാണ്. അത് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാറുണ്ട്. അതല്ലാതെ അതിനെ നോമിനൽ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. നോമിനൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നെല്ലാം പറയാം. അടുത്ത ചോദ്യം, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ദ വാല്യൂഷൻ ഓഫ് ഡാഷ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്തിൻ്റെ വാല്യൂഷനാണ് ഉപയോഗിക്കുന്നത്? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഗുഡ് വിൽ വാല്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. പാർട്ട്ണർഷിപ്പൊക്കെ പഠിക്കുമ്പോൾ അറിയാം, ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അടുത്ത ചോദ്യം, ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഈസ് റെഗുലേറ്റഡ് ബൈ ഡാഷ്. ഡിബഞ്ചർ ഇഷ്യൂവൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണെന്നുള്ളത്. അപ്പോൾ സെബി, കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ്, RBI, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്കറിയാം, ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്. അപ്പോൾ RBI എന്ന് പറയുന്നത് മണി മാർക്കറ്റ് റെഗുലേറ്ററാണ്. മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണ്. ഇനി ഇവിടെ വേറെ ഓപ്ഷൻ കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ്. ഈ കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂ എന്ന് പറയുന്നത് സെബിക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണ് കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. സെബിയുടെ ഒരു മുൻഗാമി എന്ന് പറയാവുന്ന ഒരു സംവിധാനമാണ് കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ്. അടുത്ത ചോദ്യം, വെൻ വൺ കമ്പനി ടേക്സ് ഓവർ അനദർ കമ്പനി ഇറ്റ് ഈസ് കോൾഡ് ഡാഷ്. ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്താൽ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? അമാൽഗമേഷൻ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ, അബ്സോർപ്ഷൻ. അപ്പോൾ നമുക്കെല്ലാം എല്ലാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അമാൽഗമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രണ്ട് കമ്പനികൾ ഒന്നിച്ച് ചേർന്ന് ആ രണ്ട് കമ്പനികളും ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നതിനെയാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത്. അതായത് എ എന്ന് പറയുന്നൊരു കമ്പനി, ബി എന്ന് പറയുന്നൊരു കമ്പനി, ഈ എ എന്ന് പറയുന്ന കമ്പനിയും ബി എന്ന് പറയുന്ന കമ്പനിയും ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ട് AB എന്ന് പറയുന്ന പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്ന ഒരു സംവിധാനമാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനി ആ കമ്പനി ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ബിസിനസ് ഏറ്റെടുക്കാൻ വേണ്ടി മറ്റൊരു പുതിയ കമ്പനി ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നു. ബി എന്ന് പറയുന്ന മറ്റൊരു കമ്പനി ഫോം ചെയ്തുകൊണ്ട് എയുടെ ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുന്നു. അതിനാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു കമ്പനി ഉണ്ടാകുന്നുള്ളൂ, ഒരു ഓൾഡ് കമ്പനി, ഒരു പഴയ കമ്പനി വരണേ ഉള്ളൂ, പുതിയതായിട്ട് ഒരു കമ്പനി ഫോം ചെയ്യുന്നു. അമാൽഗമേഷനിൽ ഓൾറെഡി രണ്ട് കമ്പനികൾ ഉണ്ടാകുന്നു, ഈ രണ്ട് കമ്പനികളും ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം മൂന്നാമതൊരു കമ്പനി ഫോം ചെയ്യുന്നു. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റേർണലി അതിനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ അക്യുമുലേറ്റഡ് ലോസസ് റൈറ്റ് ഓഫ് ചെയ്ത് അതിനെ ഒന്ന് റിന്യൂ ചെയ്യുന്നു. അതാണ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് പറയാം. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യേന ഒരു വലിയ കമ്പനി
മറ്റൊരു ചെറിയ കമ്പനിയെ ഏറ്റെടുക്കുന്നതിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വീക്കായിട്ടുള്ളൊരു കമ്പനി ആയിരിക്കാം, ആ കമ്പനിയെ കുറച്ചുകൂടി ഒരു വലിയ കമ്പനി ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. വെൻ വൺ കമ്പനി ടേക്സ് ഓവർ അനദർ കമ്പനി ഇറ്റ് ഈസ് കോൾഡ് ഡാഷ്. അബ്സോർപ്ഷൻ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, when the purchase consideration is given directly by stating the amount to be paid by the purchasing company to the shareholders of the vendor company. പർച്ചേസ് കൺസിഡറേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ, ഇതിലെല്ലാം കൊടുക്കേണ്ടി വരുന്ന ഒരു കൺസിഡറേഷനാണ് പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ അത് ഡയറക്റ്റ്ലി സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ എന്താണ്, ഏത് മെത്തേഡാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി PSC ഡിലീറ്റ് ചെയ്തൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പർച്ചേസ് കൺസിഡറേഷൻ ഏതെല്ലാം രീതിയിൽ കൊടുക്കുന്നു എന്നതിൻ്റെ ടോട്ടലാണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ടോട്ടൽ ഓഫ് ഓൾ മോഡ്സ് ഓഫ് പേയ്മെൻറ്റ്, ക്യാഷ് ആകാം, ഷെയർ ആകാം, അതെല്ലാം കൂടി കൂട്ടിയിട്ടുള്ളതാണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്. നെറ്റ് അസറ്റ് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നെറ്റ് വർത്ത് മെത്തേഡ് എന്ന് തന്നെ പറയാറുണ്ട്, അതായത് ഏതെല്ലാം അസറ്റാണോ ടേക്ക് ഓവർ ചെയ്യുന്നത് അതിൻ്റെ എഗ്രീഡ് വാല്യൂ എടുക്കും. എഗ്രീഡ് വാല്യൂ ഓഫ് ടോട്ടൽ അസറ്റ്സ് ടേക്ക് ഓവർ മൈനസ് എഗ്രീഡ് വാല്യൂ ഓഫ് ടോട്ടൽ ലയബിലിറ്റീസ് ടേക്കൺ ഓവർ. ഇത് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഫിഗറാണ് നെറ്റ് അസറ്റ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലംസം പേയ്മെൻ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് സം കൊടുക്കുന്നു എങ്കിൽ അതിനെ ലംസം പേയ്മെൻ്റ് എന്നാണ് പറയുന്നത്. ഷെയർ എക്സ്ചേഞ്ച് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കമ്പനിയുടെയും, വാങ്ങുന്ന കമ്പനിയുടെയും വിൽക്കുന്ന കമ്പനിയുടെയും ഷെയറുകളുടെ ഇൻട്രിൻസിക് വാല്യൂ കൊണ്ടിട്ട് ഷെയർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അടുത്ത ചോദ്യം, when the shares are issued for the first time by the company to the public it is called dash. ഒരു കമ്പനി ആദ്യമായിട്ട് അവരുടെ ഷെയറുകൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിനെ പറയുന്നത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അല്ലെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഇഷ്യൂ അല്ലെങ്കിൽ IPO എന്നാണ്. ഇതിനകത്ത് ആദ്യത്തെ രണ്ട് ഓപ്ഷൻ ബോണസ് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ, ഇത് നമുക്കറിയാവുന്നതാണ്. ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണലായിട്ട് കുറച്ച് ഷെയർ കൂടി, അതായത് കമ്പനി പ്രോഫിറ്റബിളായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവരുടെ ആ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഷെയറുകൾ ഫ്രീ ആയിട്ട്, അതായത് ഒരു പൈസ പോലും വാങ്ങാതെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇതിനെ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നും പറയാറുണ്ട്. റൈറ്റ് ഇഷ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി പിന്നീട് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക റൈറ്റ് കിട്ടുകയും അവർക്ക് ആ റൈറ്റ് വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് ഷെയറുകൾ വീണ്ടും വാങ്ങാം, അല്ലെങ്കിൽ ആ റൈറ്റ് മറ്റാർക്കെങ്കിലും വിൽക്കാം. അത്തരത്തിൽ അവർക്ക് കിട്ടുന്നൊരു പ്രിഫറൻസ്, പ്രയോറിറ്റിയാണ് നമ്മൾ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, when shares are forfeited the shareholder is dash. ഫോർഫീറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് കോൾസിൻ്റെ അരിയറൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തു, ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തു, അതിനുശേഷം അലോട്ട്മെൻറ്റ് നടത്തി. അലോട്ട്മെൻറ്റ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ കോൾ വിളിക്കുമ്പോഴോ എന്തെങ്കിലും കോൾസിൻ്റെ അരിയർ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ഡിലേ ഓൺ പേയ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത്തരം ഷെയറുകളെ പിന്നീട് കമ്പനിക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ ക്യാൻസൽ ചെയ്യുന്നതിനെ പറയുന്നതാണ് ഫോർഫീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഫോർഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഷെയർ ഹോൾഡർ കമ്പനിയുടെ ഷെയർ ഹോൾഡർ അല്ലാതായി മാറും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റിലീവ്ഡ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ് ഗെറ്റ്സ് ദ ബെനിഫിറ്റ്സ് സൂൺ ആഫ്റ്റർ ദ ഫോർഫീച്ചർ, നെയിം വിൽ ബി റിമൂവ്ഡ് ഫ്രം ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, നോ എഫക്ട്. ഇത് ഓപ്ഷൻ സി ആണ്. നെയിം വിൽ ബി റിമൂവ്ഡ് ഫ്രം ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൻ്റെ രജിസ്റ്ററിൽ നിന്ന് ആ ഷെയർ ഹോൾഡറെ ക്യാൻസൽ ചെയ്ത അല്ലെങ്കിൽ ഫോർഫീറ്റ് ചെയ്ത ഷെയർ ഹോൾഡറുടെ പേര് നീക്കം ചെയ്യും. അടുത്ത ചോദ്യം, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ക്യാൻ അതർവൈസ് ബി കോൾഡ് ആസ് ഡാഷ്. നമ്മൾ തൊട്ട് മുൻപത്തെ ചോദ്യത്തിൽ പറഞ്ഞതാണ് ബോണസ് ഷെയർ എന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ഓപ്ഷൻ ബി ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. അടുത്ത ചോദ്യം, ദ ആഗ്രിഗേറ്റ് ഓഫ് ദ ഷെയർ ആൻഡ് അതർ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ആൻഡ് പേയ്മെൻറ്റ് ഇൻ ക്യാഷ് ബൈ ദ ബയ്യർ കമ്പനി ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ വെൻഡർ കമ്പനി. ഇതും തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞൊരു ചോദ്യമാണ്. അതായത് ഇവിടെ ബയ്യർ കമ്പനി വെൻഡർ കമ്പനിക്ക് അല്ലെങ്കിൽ സെല്ലർ കമ്പനിക്ക് കൊടുക്കുന്ന
ആ ഒരു പേയ്മെൻറ്റിനെ പറയുന്ന പേരാണ് പർച്ചേസ് കൺസിഡറേഷൻ. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. ഒന്നുകിൽ ഷെയർ ആകാം, അല്ലെങ്കിൽ ക്യാഷ് ആകാം, അല്ലെങ്കിൽ ആഗ്രിഗേറ്റ് ഓഫ് ബോത്ത്. ഷെയർ ആയിട്ടും ക്യാഷ് ആയിട്ടും കൊടുക്കാം. ഏതെല്ലാം രീതിയിലാണ് കൊടുക്കുന്നത്, അതിന് എന്താണോ കൊടുക്കുന്നത് അതിനെ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ആക്ച്വൽ ഓർ നോഷണൽ ഇൻകേർഡ് ഓർ ആട്രിബ്യൂട്ടഡ് ടു എ ഗിവൺ തിങ്. ഒരു എക്സ്പെൻഡിച്ചർ ആക്ച്വലോ അല്ലെങ്കിൽ നോഷണൽ ആകാം, ഇൻകേർഡ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ടഡ് ആക്ച്വലി സംഭവിച്ചതാകാം, അല്ലെങ്കിൽ അതിലേക്ക് ചാർജ് ചെയ്തിരിക്കുന്നതാകാം. അതിനെ പറയുന്നതാണ് കോസ്റ്റ്. അടുത്ത ചോദ്യം, ദ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഫോർ വിച്ച് ഓർഡർ ഈസ് പ്ലേസ്ഡ് വെൻ മെറ്റീരിയൽസ് ആർ ടു ബി പർച്ചേസ്ഡ്. ഒപ്റ്റിമം ക്വാണ്ടിറ്റിയിൽ, അതായത് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഓർഡർ ചെയ്യേണ്ടുന്ന ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഏതാണെന്നുള്ളത് എക്കണോമിക് ഓർഡറിങ് ക്വാണ്ടിറ്റിയാണ്, EOQ. അടുത്ത ചോദ്യം, ദ മെത്തേഡ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ് ഇൻ ദോസ് ഇൻഡസ്ട്രീസ് ഇൻ വിച്ച് ഗുഡ്സ് ആർ മാനുഫാക്ചേർഡ് ഓർ സർവീസസ് ആർ റെൻഡേഡ് എഗെയിൻസ്റ്റ് സ്പെസിഫിക് ഓർഡേഴ്സ് ഫ്രം കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഓർഡർ കിട്ടിയതിന് ശേഷം മാത്രം ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യുകയോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്ഷൻ ഡി ജോബ് കോസ്റ്റിംഗ് ആണ്. അതായത് ജോബ് കോസ്റ്റിങ്ങിലാണ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സ്പെസിഫിക് ഓർഡർ കിട്ടിയതിന് ശേഷം മാത്രം പ്രൊഡക്ഷൻ നടത്തുകയോ അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യുകയോ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പ്രൊവിഷൻ ഫോർ ഇൻക്രീസ് ഇൻ ദ കോൺട്രാക്ട് പ്രൈസ് ടു അക്കോമഡേറ്റ് ഇൻക്രീസ് ഇൻ മെറ്റീരിയൽ ആൻഡ് ലേബർ കോസ്റ്റ്. അതായത് മെറ്റീരിയൽ കോസ്റ്റോ ലേബർ കോസ്റ്റോ ഭാവിയിൽ ഇൻക്രീസ് ചെയ്യും എന്ന് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കോൺട്രാക്റ്റിൽ ആ കോൺട്രാക്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യിക്കാനുള്ള ഒരു പ്രൊവിഷൻ ആഡ് ചെയ്യുന്നതിനെ പറയുന്നതാണ് എസ്കലേഷൻ ക്ലോസ്. ആ ക്ലോസിനെയാണ് എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എസ്കലേഷൻ ക്ലോസ്, ഡീഎസ്കലേഷൻ ക്ലോസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടുപോക്കുക. അടുത്ത ചോദ്യം, ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് ഡിസൈൻഡ് ടു ഷോ ദ ഔട്ട്പുട്ട് ഓഫ് എ പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡ് അലോങ് വിത്ത് ദ ബ്രേക്കപ്പ് ഓഫ് കോസ്റ്റ്. കോസ്റ്റിൻ്റെ എലമെൻസിനെ കാണിക്കുന്നത് കോസ്റ്റ് ഷീറ്റാണ്. അടുത്ത ചോദ്യം, ദ സ്മോളസ്റ്റ് സെഗ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റി ഓർ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി ഫോർ വിച്ച് കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ്. അറിയാം, കോസ്റ്റ് സെൻറ്റർ ആണ്. അടുത്ത ചോദ്യം, ദ ചേഞ്ച് ഇൻ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ പാറ്റേൺ ഓർ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻ എ ഡിഫറൻഷ്യൽ കോസ്റ്റ്. അടുത്ത ചോദ്യം, ഓൾ ജോയിൻ പ്രോഡക്ട്സ് ആർ ട്രീറ്റഡ് ആസ് ഡാഷ്. ജോയിൻ പ്രോഡക്ട്സ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? കോ പ്രോഡക്റ്റ് ആയിട്ട് മെയിൻ പ്രോഡക്ട്സ്, ബൈ പ്രോഡക്ട്സ്, റിലേറ്റീവ് പ്രോഡക്ട്സ്. മെയിൻ പ്രോഡക്ട്സ്, ജോയിൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഒരേ പ്രാധാന്യമുള്ള രണ്ടോ അതിലധികമോ പ്രോഡക്റ്റ് ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ജോയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ജോയിൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത്തരം പ്രോഡക്റ്റുകളെയാണ് ജോയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം പ്രോഡക്റ്റുകൾക്ക് എല്ലാത്തിനെയും മെയിൻ പ്രോഡക്റ്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം, ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് ഓർ ടാർഗറ്റ് ആൻഡ് കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് എ വ്യൂ ടു അസർട്ടൺ deviations from standards and taking corrective actions is termed as dash. ഓപ്ഷൻ എ കോസ്റ്റ് കൺട്രോൾ ആണ്. അടുത്ത ചോദ്യം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ഫോർ ഡിസ്റ്റിങ്വിഷിംഗ് ബിറ്റ്വീൻ ജോയിൻ പ്രോഡക്റ്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ്. ജോയിൻ പ്രോഡക്റ്റും ബൈ പ്രോഡക്റ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്. ഓപ്ഷൻ സി സെയിൽസ് വാല്യൂ ആണ്. ജോയിൻ പ്രോഡക്റ്റുകൾക്ക് എല്ലാം സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, പക്ഷേ ബൈ പ്രോഡക്റ്റുകളിൽ താരതമ്യേന കുറഞ്ഞ സെയിൽസ് വാല്യൂ ഉള്ള പ്രോഡക്റ്റുകളാണ്. അതായത് ഒരു മേജർ പ്രോഡക്റ്റ് അല്ല, ഒരു സബ്സിഡറി അല്ലെങ്കിൽ ഒരു സെക്കൻഡറി പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ മെയിൻ പ്രോഡക്റ്റുകളിലെ അത്രയും സെയിൽസ് വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ജോയിൻ പ്രോഡക്റ്റും ബൈ പ്രോഡക്റ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അടുത്ത ചോദ്യം, വേരിയസ് ഗ്രേഡ്സ് ഓഫ് കോൾ പ്രൊഡ്യൂസ്ഡ് ഇൻ മൈനിങ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഡാഷ്. ഓപ്ഷൻ ബി ജോയിൻ പ്രോഡക്ട്സ് ആണ്. മൈൻ ചെയ്ത് കിട്ടുന്ന കോൾ പ്രോഡക്ട്സ് എല്ലാം ജോയിൻ പ്രോഡക്റ്റുകളാണ്, എല്ലാം തുല്യ പ്രാധാന്യമുള്ള പ്രോഡക്റ്റുകളാണ്. അടുത്ത ചോദ്യം, ബഡ്ജറ്ററി കൺട്രോൾ ഈസ് എ മെത്തേഡ് ഓഫ്
ബഡ്ജറ്ററി കൺട്രോൾ ഇസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആണ്. കോസ്റ്റ് കൺട്രോൾ മെത്തേഡാണ് ബഡ്ജറ്ററി കൺട്രോൾ. അടുത്ത ചോദ്യം, ദ നാഷണൽ പ്രൊഡക്ടിവിറ്റി കൗൺസിൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1958 വിത്ത് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് ഡാഷ്. ഓപ്ഷൻ എ ന്യൂഡൽഹി ആണ്. നാഷണൽ പ്രൊഡക്ടിവിറ്റി കൗൺസിലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1958 അടുത്ത ചോദ്യം, ദ ചേഞ്ച് ഇൻ മാർക്കറ്റ് വാല്യൂ റിസൾട്ടിംഗ് ഫ്രം ആൻ ഓൾട്ടർനേഷൻ ഇൻ ദ ഫോം, ലൊക്കേഷൻ or availability of a product or service excluding the cost of bought in material and services. Option C value added to product ആണ്. അടുത്ത ചോദ്യം, the management takes corrective action on the basis of dash. corrective action എടുക്കുന്നത് വേരിയൻസ് അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അടുത്ത ചോദ്യം, the amount at any given volume of output by which the aggregate costs are changed if the volume of output is increased or decreased by 1 unit. വോളിയം ഓഫ് ഔട്ട്പുട്ട് ഒരു യൂണിറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ കുറയുകയോ കൂടുകയോ ചെയ്യുന്ന കോസ്റ്റിനെ നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, എ ഡോക്യുമെൻറ്റ് വിച്ച് സെറ്റ്സ് ഔട്ട് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ ദ റൂട്ടീൻ ഓഫ് and the form and the records required for budgetary control. Option B budget manual. അടുത്ത ചോദ്യം, cost can be classified into horizontal cost and predetermined cost on the basis of dash. horizontal cost എന്നും predetermined cost എന്നും തിരിക്കുന്നത് ടൈമിൻ്റെ ബേസിസിലാണ്. അടുത്ത ചോദ്യം, the cost which are not related to operations but can be controlled by the management is called dash. The cost which are not related to ഓപ്പറേഷനുമായി റിലേറ്റഡ് അല്ലാത്തതും എന്നാൽ മാനേജ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കോസ്റ്റാണ് ഡിസ്ക്രിയേഷണറി കോസ്റ്റ്. അടുത്തത്, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡാഷ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ആണ്. ഇതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നും പറയാം, കോൺട്രിബ്യൂഷൻ. അടുത്ത ചോദ്യം, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡാഷ്. മൊബിലൈസേഷൻ ഓഫ് ഫണ്ട് ഫ്രം മാർക്കറ്റ്, കമ്മിറ്റിംഗ് ഫണ്ട് ഇൻ ലോങ് ടേം സോഴ്സസ്, മൊബിലൈസേഷൻ ഓഫ് ഫണ്ട് ആൻഡ് ഇറ്റ്സ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ, മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓപ്ഷൻ സി മൊബിലൈസേഷൻ ഓഫ് ഫണ്ട് ആൻഡ് ഇറ്റ്സ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് എ ഡാഷ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് ഡിസിഷനാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോങ് ടേം ഫണ്ട് ഏതെല്ലാം രീതിയിൽ ബിസിനസ്സിൽ വിന്യസിക്കണം എന്നുള്ളതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. അതായത് ഏതെല്ലാം ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അതൊരു സ്ട്രാറ്റജിക് ഡിസിഷനാണ്. അടുത്ത ചോദ്യം, ഇൻ പേ ബാക്ക് പീരീഡ് മെത്തേഡ് വി ആക്സെപ്റ്റ് ദ പ്രോജക്റ്റ് ഹാവിങ് ഡാഷ്. പേ ബാക്ക് പീരീഡ് മെത്തേഡിൽ ഏത് തരം പ്രോജക്റ്റുകളാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പേ ബാക്ക് പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര വർഷം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക, ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അത് എത്ര വർഷം കൊണ്ട് തിരിച്ച് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ സി ഷോർട്ടസ്റ്റ് പേ ബാക്ക് പീരീഡ്, ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തിരിച്ച് കിട്ടുന്ന പ്രോജക്റ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, അതാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് ഷോർട്ടസ്റ്റ് പേ ബാക്ക് പീരീഡ് ഉള്ളതാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അടുത്തത്, ഡിവിഡൻഡ് ഡിസിഷൻ ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ. ഡിവിഡൻഡ് ഡിസിഷനെ ബാധിക്കാത്ത ഫാക്ടർ ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ ബി ഏജ് ഓഫ് ദ കമ്പനി. അടുത്ത ചോദ്യം, ടെക്നിക് വിച്ച് എനേബിൾ ദ കമ്പനി ടു സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം എമംഗ് എ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് പ്രൊപ്പോസൽ ഈസ് കോൾഡ് ഡാഷ്. ഓപ്ഷൻ ഡി ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. അടുത്ത ചോദ്യം, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ഈസ് പുട്ട് ഫോർവേഡ് ബൈ ഡാഷ്. ഈ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത് തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഒരു അപ്രോച്ചാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായും 4 അപ്രോച്ചുകളാണുള്ളത്: നെറ്റ് ഇൻകം, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം, ട്രഡീഷണൽ അപ്രോച്ച്, അപ്രോച്ച് അല്ലെങ്കിൽ മൊഡിഗ്ലാനി ആൻഡ് മില്ലർ അപ്രോച്ച്. അപ്പോൾ ഇതിനകത്ത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത് ഡേവിഡ് ദുരാന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത അപ്രോച്ചാണ്.
അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻ കൂടി ഒന്ന് നോക്കാം. ഓപ്ഷൻ എ ഗോർഡാൻ എന്ന് പറയുന്നത് ഗോർഡാൻ ഗ്രോത്ത് മോഡൽ, അതായത് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്നും പറയാറുണ്ട്. അതിൻ്റെ വക്താവാണ് ഗോർഡാൻ. ഇത് ഷെയറിൻ്റെ ഉപയോഗിക്കുന്നത്, ഈ ഗോർഡാൻ ഗ്രോത്ത് മോഡൽ ഉപയോഗിക്കുന്നത് ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കണ്ടുകൊണ്ട് ഒരു ഷെയർ വാല്യുവേഷൻ മെത്തേഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡലാണ്. അടുത്തത് വോൾട്ടറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജെയിംസ് ഇ വോൾട്ടർ എന്നുള്ളതാണ്. അദ്ദേഹം ഡിവിഡൻഡ് പോളിസിയുമായി ബന്ധപ്പെട്ട ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. മൊഡിഗ്ലിയാനി ആൻഡ് മില്ലർ നമുക്കറിയാം. മൊഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച് എന്നുള്ളത് തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഒരു അപ്രോച്ചിൻ്റെ വക്താക്കളാണ്. അടുത്ത ചോദ്യം, വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡാഷ്. വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഘടകം. ഓപ്ഷൻ ഡി ഡിപ്രീസിയേഷൻ പോളിസിയാണ്. അടുത്ത ചോദ്യം, എബിറ്റ് മീൻസ്. എബിറ്റ് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. അപ്പോൾ അത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് അല്ല, പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ അല്ല, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ല, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം, റേറ്റ് അറ്റ് വിച്ച് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഇക്വേറ്റ്സ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് തുല്യമാകുന്ന റേറ്റ് IRR ആണ്. ഈ IRR അല്ലെങ്കിൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിനെ ടൈം അഡ്ജസ്റ്റഡ് റേറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ റേറ്റ്, ഡിസ്കൗണ്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ, ഈൽഡ് മെത്തേഡ്, അതുപോലെ തന്നെ ട്രയൽ ആൻഡ് എറർ ഈൽഡ് മെത്തേഡ്, ഇങ്ങനെയെല്ലാം പറയാറുണ്ട്. ബാക്കിയുള്ളത് NPV നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡാണ്. ഈ NPVയും IRRും പ്രൊജക്റ്റ് വാല്യുവേഷൻ മെത്തേഡ്സ് ആണ്. ഈ CRRും SLRും ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് കാര്യങ്ങളാണ്. CRR ക്യാഷ് റിസർവ് റേഷ്യോ, SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ ഇത് രണ്ടും ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി IRR ആണ് ഉത്തരം. അടുത്തത്, വിച്ച് ഈസ് ദ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഏതാണെന്നുള്ളതാണ്. ഇത് ഡിലീറ്റഡ് ക്വസ്റ്റൻ ആണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ, ഡെപ്റ്റ് ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏണിംഗ്, ഇതിനകത്ത് പറയാവുന്നത് റീറ്റെയിൻഡ് ഏണിംഗ് ആണ് തമ്മിൽ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കാരണം റീറ്റെയിൻഡ് ഏണിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലുണ്ടാകുന്ന പ്രോഫിറ്റ് ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നതിന് പകരം തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏറ്റവും കോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ചീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു സോഴ്സ് ഓഫ് ക്യാപിറ്റലാണ്. ഇത് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ്. അടുത്തത്, ക്യാപിറ്റൽ വിച്ച് ഈസ് നോട്ട് റെപ്രസെൻറ്റഡ് ബൈ അസറ്റ്സ് ഓഫ് എ കമ്പനി ഈസ് നോൺ ആസ് ഡാഷ്. കമ്പനിയുടെ അസറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ക്യാപിറ്റലിനെ പറയുന്നത് വാട്ടേർഡ് സ്റ്റോക്ക് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് കൂടി ഒന്ന് നോക്കാം. ഒന്ന് ഓവർ ക്യാപിറ്റലൈസേഷൻ ആണ്. ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള റിട്ടേൺ കിട്ടുന്നില്ല. അതായത് അത്രയും റിട്ടേൺ കുറവുള്ള ഒരു പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ എക്സസ് ക്യാപിറ്റലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അണ്ടർ ക്യാപിറ്റലൈസേഷൻ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് കുറവാണ്, അതായത് ഈൽഡ് ചെയ്യുന്ന റിട്ടേണിനേക്കാൾ കുറവാണ് ആക്ച്വലി അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത്, യൂസ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതാണ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ. വാട്ടേർഡ് സ്റ്റോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ, അതായത് അസറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യാത്ത, ആക്ച്വലി അത് എക്സസ് വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്ക്, അതിനെയാണ് വാട്ടേർഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് ആയിട്ട് വാല്യൂ ചെയ്തിരിക്കുന്ന സ്റ്റോക്ക്. അടുത്ത ചോദ്യം, സ്റ്റോക്ക് ഡിവിഡൻസ് ആൻഡ് ബോണസ് ഷെയർസ് ആർ ഡാഷ്. സ്റ്റോക്ക് ഡിവിഡൻറ്റും ബോണസ് ഷെയറും സിനോണിമസ് ആണ്, രണ്ടും സെയിം തന്നെയാണ്. അതായത് ബോണസ് ഷെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് ഡിവിഡൻറ്റ് തന്നെയാണ്. പ്രോഫിറ്റ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം ആ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നു ഓൾറെഡി ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന്. അടുത്ത ചോദ്യം, ഫൈനാൻഷ്യൽ ലിവറേജ് അറൈസ് ഡ്യൂ ടു ഡാഷ്. ഫൈനാൻഷ്യൽ ലിവറേജ് ഉണ്ടാകുന്നത് ഓപ്ഷൻ എ ഡെപ്റ്റ് ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് ഫൈനാൻഷ്യൽ ലിവറേജ് ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി മാഗ്നിഫൈസ് ദ പ്രോഫിറ്റ് വെൻ. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി പ്രോഫിറ്റിനെ മാഗ്നിഫൈ ചെയ്യുന്നത് എപ്പോഴാണ്? അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ വരുമ്പോഴാണ്.
അതായത് ഓപ്ഷൻ ബി റേറ്റ് ഓഫ് റിട്ടേൺ ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അടുത്ത ചോദ്യം, വെൻ ലിക്വിഡിറ്റി ഓഫ് എ ഫേം ഇൻക്രീസസ് ദ പ്രോഫിറ്റബിലിറ്റി ഡാഷ്. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി ലിക്വിഡിറ്റി കൂടുന്ന സമയത്ത് പ്രോഫിറ്റബിലിറ്റിക്ക് എന്ത് സംഭവിക്കും? പ്രോഫിറ്റബിലിറ്റി കുറയും. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാഷ് മാനേജ്മെൻറ്റ് മോഡൽ. ക്യാഷ് മാനേജ്മെൻറ്റ് മോഡൽ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ഇതാണ് ക്യാഷ് മാനേജ്മെൻറ്റ് മോഡൽ അല്ലാത്തത്. അടുത്ത ചോദ്യം, ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ റിഫേഴ്സ് ടു. ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നെയാണ്. ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. അടുത്ത ചോദ്യം, മേക്കപ്പ് ഓഫ് ക്യാപിറ്റലൈസേഷൻ റിഫേഴ്സ് ടു. മേക്കപ്പ് ഓഫ് ക്യാപിറ്റലൈസേഷൻ മീൻസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ അറിയാം, മിക്സ്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ. അടുത്ത ചോദ്യം, റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ യൂസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് സെക്യൂരിറ്റീസ് ഈസ് കോൾഡ് ഡാഷ്. ഫിക്സഡ് കോസ്റ്റ് സെക്യൂരിറ്റീസ് ഉപയോഗിക്കുന്നതിൽ റിസ്കിനെ പറയുന്നത് ഫൈനാൻഷ്യൽ റിസ്ക് എന്നാണ്. അടുത്ത ചോദ്യം, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്, രണ്ട് ഒബ്ജക്റ്റീവാണ് പ്രധാനമായിട്ടുള്ളത്, പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനും. അപ്പോൾ വെൽത്ത് മാക്സിമൈസേഷനാണ് കൂടുതൽ പ്രാധാന്യം. അടുത്തത്, ഡാഷ് ആക്ട് ആസ് എ ടാക്സ് ഷീൽഡ്. ടാക്സ് ഷീൽഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്സ്. അതായത് ഡിപ്രീസിയേറ്റഡ് ആയിട്ടുള്ള ഫിഗറിനെ ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്, അതായത് ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് കുറച്ചുകൊണ്ട് ടാക്സിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷനെ ഒരു ടാക്സ് ഷീൽഡ് എന്നാണ് പറയുന്നത്. ടാക്സ് ഷീൽഡ് എന്ന് പറയുന്ന ടെക്നിക്കായിട്ട് ഉപയോഗിക്കാം. അടുത്തത്, ഹർഡിൽസ് റേറ്റ് മീൻസ്. ഹർഡിൽസ് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അടുത്ത ചോദ്യം, ദ ടേം ക്യാപിറ്റലൈസേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ക്യാപിറ്റലൈസേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് കമ്പനി. അടുത്തത്, ഓവർ ക്യാപിറ്റലൈസേഷൻ റിഫേഴ്സ് ടു. നമ്മൾ ഓൾറെഡി കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ. ഇവിടെ റേസിംഗ് മോർ ക്യാപിറ്റൽ ദാൻ സപ്പോർട്ടഡ് ബൈ ഇറ്റ്സ് ഏണിംഗ് പവർ. അതിൻ്റെ ഏണിംഗ് പവറിനേക്കാൾ കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നതിനെയാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, ഫുൾ കോസ്റ്റ് കൺസെപ്റ്റ്, ബോത്ത് എ ആൻഡ് ബി. വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് അല്ലാത്തത് ഓപ്ഷൻ സി ഫുൾ കോസ്റ്റ് കൺസെപ്റ്റാണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും കോസ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റുകളാണ്. അതിൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്സ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. സാധാരണ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. അടുത്ത ചോദ്യം, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഓഫ് എ ഗ്രോയിങ് ഫേം ഈസ് ഡാഷ്. ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഗ്രോത്തുള്ള ബിസിനസ്സിൻ്റെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. കാരണം അത്രയും ഡിവിഡൻഡ് കൂടി, അത്രയും പ്രോഫിറ്റ് കൂടി തിരിച്ച് ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവരുടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് താരതമ്യേന കുറവായിരിക്കും. അടുത്ത ചോദ്യം, ഗോർഡൻ മോഡൽ ഈസ് അസോസിയേറ്റഡ് വിത്ത്. നമ്മൾ ആദ്യം വന്നിട്ട് ചോദ്യത്തിൽ പറഞ്ഞതാണ് ഗോർഡൻ മോഡൽ എന്ന് പറയുന്നത്. ഗോർഡൻ ഗ്രോത്ത് മോഡൽ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്നൊക്കെ പറഞ്ഞതാണ്. ഇത് ഡിവിഡൻഡ് പോളിസിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കാണുന്നതിനുള്ളൊരു മെത്തേഡാണ്. അതുവഴി ഡിവിഡൻഡ് പോളിസി ഡിസൈഡ് ചെയ്യാനായിട്ടുള്ളൊരു മെത്തേഡാണ് ഗോർഡൻ മോഡൽ എന്ന് പറയുന്നത്. അടുത്തത്, കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ദാറ്റ് ലീഡ്സ് ടു മാക്സിമൈസേഷൻ ഓഫ് വാല്യൂ ഓഫ് ദ ഫേം ഈസ് നോൺ ആസ് ഡാഷ്. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറാണ് ഉത്തരം. അടുത്ത ചോദ്യം, ടു ഓൾട്ടർനേറ്റീവ് ഫൈനാൻഷ്യൽ പ്ലാൻസ് ഗീവ് ദ സെയിം EPS ഏണിംഗ് പെർ ഷെയർ സച്ച് എ സിറ്റുവേഷൻ ഈസ് നോൺ ആസ് ഡാഷ്. രണ്ട് ഫൈനാൻഷ്യൽ പ്ലാൻസ് സെയിം EPS തരുന്നെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻഡിഫറൻസ് പോയിന്റ്. അടുത്തത്, ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഇഷ്യൂയിങ് സെക്യൂരിറ്റീസ് ഈസ് നോൺ ആസ് ഡാഷ്. സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കോസ്റ്റ് ഫ്ലോട്ടേഷൻ കോസ്റ്റാണ്. അതായത് ആ ഷെയർ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ്
ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിന് വരുന്ന പ്രോസസ്സിൽ വരുന്ന കോസ്റ്റ്, ഇപ്പോൾ ബ്രോക്കറേജ് ആകാം, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ആകാം, ലീഗൽ ചാർജസ് ആകാം, അതെല്ലാം ഒരുമിച്ച് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്നാണ് പറയുന്നത്. അടുത്തത് അസർട്ടൈനിങ് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് എ പ്രസൻറ്റ് സം ഈസ് നോൺ ആസ് കോമ്പൗണ്ടിങ്. അടുത്തത് EVA സ്റ്റാൻഡ്സ് ഫോർ എക്കണോമിക് വാല്യൂ അഡീഷൻ. അടുത്ത ചോദ്യം, ഹോൾഡിംഗ് ഓഫ് ക്യാഷ് ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ പ്രോഫിറ്റബിൾ ഓപ്പർച്യൂണിറ്റീസ് ആസ് ആൻഡ് വെൻ ഇറ്റ് അറൈസസ് ഈസ് നോൺ ആസ് ഡാഷ്. സ്പെക്കുലേറ്റീവ് മോട്ടീവാണ്. അടുത്ത ചോദ്യം, ദെഹ്ജ കമ്മിറ്റി റിപ്പോർട്ട് റിലേറ്റഡ് ടു വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസിങ് ആണ്. ഈ ദെഹ്ജ കമ്മിറ്റി എന്ന് പറയുന്നത് 1968 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കമ്മിറ്റിയാണ്. VT ദെഹ്ജ എന്ന് പറയുന്ന ആളുടെ ചെയർമാൻഷിപ്പിലാണ് ഈ കമ്മിറ്റി ഉണ്ടായത്. ഇവർ റിപ്പോർട്ട് സമർപ്പിച്ചത് 1969. അത് വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസിങ്ങുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. അടുത്തത്, ദ ക്രൈറ്റീരിയ വിച്ച് എ ഫേം ഫോളോസ് ഇൻ സെലക്ടിങ് കസ്റ്റമേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ക്രെഡിറ്റ് എക്സ്റ്റൻഷൻ ഈസ് നോൺ ആസ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് ഫീച്ചർ ഓഫ് ആൻ ഐഡിയൽ ഫൈനാൻഷ്യൽ പ്ലാൻ. ഐഡിയൽ ഫൈനാൻഷ്യൽ പ്ലാനിൻ്റെ ബേസിക് ഫീച്ചർ അല്ലാത്തത് റിജിഡിറ്റി. അടുത്ത ചോദ്യം, ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഡിവിഡൻഡ് ഈസ് ഡാഷ്. മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഡിവിഡൻഡ് ക്യാഷ് ഡിവിഡൻഡ്. അടുത്തത്, ദ ഓട്ടോമാറ്റിക് സോഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട് അറൈസിങ് ഇൻ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ആർ ഡാഷ്. ഓട്ടോമാറ്റിക് സോഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട് അറൈസിങ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ഈസ് സ്പോണ്ടേനിയസ് ഫൈനാൻസിങ്. അടുത്ത ചോദ്യം, ഫൈനാൻസ് ഫംഗ്ഷൻ ഇൻവോൾവ്സ് ഡിസൈഡിങ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട്, ഡിറ്റർമൈനിങ് കോമ്പോസിഷൻ ഓഫ് ഡിഫറൻസ് സോഴ്സ്, ഓൾ ഓഫ് ദ എബോവ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം, the estimated requirement of total fund for working capital should be made from long term source is known as. അതായത് ഷോർട്ട് ടേം ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് ലോങ് ടേം സോഴ്സിൽ നിന്ന് കണ്ടെത്തുന്ന അപ്രോച്ച് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ സി കൺസർവേറ്റീവ് അപ്രോച്ചാണ് ഉത്തരം. ഈ 3 അപ്രോച്ച്, മാച്ചിങ് അപ്രോച്ച്, അഗ്രസീവ് അപ്രോച്ച്, കൺസർവേറ്റീവ് അപ്രോച്ച്, ഇത് 3ഉം വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻഷ്യൽ മിക്സ് അപ്രോച്ചസ് ആണ്. 3 ഉള്ളത്. ഒന്ന് മാച്ചിങ് അപ്രോച്ച് അല്ലെങ്കിൽ ഹെഡ്ജിങ് അപ്രോച്ച് എന്ന് പറയും. 2 അഗ്രസീവ് അപ്രോച്ച്, 3 കൺസർവേറ്റീവ് അപ്രോച്ച്. ഷോർട്ട് ടേം ഫൈനാൻസിൻ്റെ റിക്വയർമെൻറ്റ് ലോങ് ടേം സോഴ്സസിൽ നിന്ന് അറേഞ്ച് ചെയ്യുന്ന അപ്രോച്ചാണ് കൺസർവേറ്റീവ് അപ്രോച്ച്. അപ്പോൾ ഇത്രയാണ് കൊമേഴ്സുമായി ബന്ധപ്പെട്ട 80 ചോദ്യങ്ങൾ. ബാക്കിയുള്ള 20 ചോദ്യങ്ങൾ ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്.